Nexion എന്നാണ് അതിന്റെ പേര്. മാറ്റിലും ഗ്ലോസിയിലും ഈ സെയിം ഡിസൈൻ അവൈലബിൾ ആണ്. ആർട്ടിഫിഷ്യൽ ആയ നാച്ചുറൽ മാർബിൾ. ഈ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞ വെയിലത്ത് കൊണ്ട് വിരിച്ചോളാനാ പറയുന്നത്. നോട്ട്സ് ഒക്കെ നോക്കൂ അല്ലേ? ഗ്രീനിഷ് ടിഞ്ച് കറക്റ്റ് ആയിട്ട് എടുക്കലാണോ? ടേബിൾ ടോപ്പ് ആയിട്ട് സജസ്റ്റബിൾ ആണ്. ഇപ്പൊ നമ്മൾ ശരിക്കും മാർബിൾ തന്നെ കേട്ടോ. ഇത് വേറെ ലെവൽ ഐറ്റം. ഇറ്റാലിയൻ മാർബിൾ. ഇതിന്റെ വേറൊരു വേരിയന്റ് പ്ലാങ്ക്സ് ആണോ? ഇത് പ്ലാങ്ക്സ് ആ ചേട്ടാ. നമുക്ക് നാച്ചുറൽ സ്റ്റോൺ മാറ്റ് ഫിനിഷ് ടൈലിലെ കർവ് ചെയ്യാണ്. ഫാബുലസ് എന്ന് പറയാം. ട്രമൻഡസ്. ലിനൻ ഷർട്ടില്ലേ? ലിനൻ ഷർട്ടിന്റെ ഇഴ പോലെ ഇരിക്കും. നമസ്കാരം. നമ്മൾ പലപ്പോഴും ഫ്ലോറിങ്ങിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. അതിൽ പലപ്പോഴും കണ്ടന്റുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പരമ ബോറായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ടൈൽസാണ്. അത് നെക്സിയോൺ എന്നാണ് അതിൻ്റെ പേര്. അതിനായിട്ട് നിൽക്കുന്നത് പൈറ്റക്കുളത്താണ്. പൈറ്റക്കുളം മാർബിൾസ്. മുമ്പ് നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം നെക്സിയോൺ എന്ന് പറയുന്ന ഒരു പ്രീമിയം ബ്രാൻഡാണ്. അതേസമയം നമ്മുടെ സിംബോളോ പോലെ നല്ല അടിപൊളി ഡിസൈനർ ടൈൽ തരുന്ന ഒരു ബ്രാൻഡ്. ഡിസൈനർ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണേൽ യൂസ് ചെയ്യാൻ പറ്റും. അത് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് 45 രൂപയിൽ താഴെ തൊട്ടുള്ള 4x2 ടൈലുകളുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ആണ്, അടുത്ത വർഷമാവുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ ഒപ്പം ഇത് പറഞ്ഞു തരാനായിട്ട് ജേക്കബുണ്ട്. സെക്കൻഡ് വിസിറ്റ് അല്ലേ? സെക്കൻഡ് വിസിറ്റ്. അപ്പോൾ ഞാൻ ആ ക്രഷറോട് പറയുമായിരുന്നു, നമുക്കും പറഞ്ഞേക്കാം ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ജേക്കബേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ നമ്മൾ ടൈലൻഡിൽ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തു പോയൊരു പ്രൊഡക്റ്റാണിത്. അതെ അതെ, യഥാർത്ഥത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടൊരു പ്രൊഡക്റ്റാണ്. കാരണം എന്താ പറയുന്നത്, ഒരു ആർക്കിടെക്ചറൽ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഐസോടെ നോക്കുമ്പോഴത്തേക്കും അത്രയും ബെസ്റ്റായിട്ടുള്ള ഔട്ട്ലുക്കും അത്രയും ബെസ്റ്റായിട്ടുള്ള ഡിസൈനും അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ബോഡി ഫിനിഷും തരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ? അതെ അതെ അതെ. ഇത് ബ്രാൻഡ് ഏതാണ്? നെക്സിയോൺ. അതായത് സ്പൊറൻസ എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ കമ്പനിയും അല്ലെങ്കിൽ സ്പൊറൻസ അല്ലെങ്കിൽ എമിൽ സെറാമിക്ക എന്ന് പറയും. ഇവരും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ അവർക്ക് തന്നെ ഒരു ബിസിനസ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. ഇന്ത്യയിൽ നമ്മുടെ സിംബോളോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്, ടൈൽസ് ബ്രാൻഡും തമ്മിൽ ജോയിന്റ് വെഞ്ചർ ചെയ്തിരിക്കുന്ന ബ്രാൻഡാണ് നെക്സിയോൺ. ഓക്കെ, അപ്പൊ സിംബോളോയ്ക്ക് ഇതിനകത്തൊരു പാർട്ണർഷിപ്പ് ഉണ്ട്. സിംബോളോയ്ക്ക് ഇതിന്റെ ഒരു 75% ഇത് എക്സ്പോർട്ടാണ് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. ശരി, അപ്പോൾ ഇതിന് ഏത് ടൈപ്പൊക്കെ വരിക? ഇതിപ്പോൾ ഗ്ലോസി ആണെന്ന് എനിക്ക് മനസ്സിലായി. ഗ്ലോസിയോ HDയോ? ഗ്ലോസ്. അതായത് ഈ ടൈലിന്റെ ഫസ്റ്റ് പ്രത്യേകത പറയാം. ഇത് മാറ്റിലും ഗ്ലോസിയിലും ഈ സെയിം ഡിസൈൻ അവൈലബിൾ ആണ്. ഇതേ സാധനം മാറ്റിലും കിട്ടും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സെയിം, അതായത് നമുക്ക് ഡിഫറെൻറ്റ് സൈസസിലും അവൈലബിൾ ആണ്. അത് 8x4, 4x4, 80, 160, 4x2 അങ്ങനെ 3-4 സൈസുകളിലും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇതൊരു യഥാർത്ഥത്തിലൊരു ഗ്ലോസി ഫിനിഷാണ് ഇപ്പം ഈ കാണുന്നത്. കാര്യം ഞങ്ങളുടെ രണ്ടുപേരുടെയും, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും റിഫ്ലക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതാണ് എന്തുകൊണ്ട് നെക്സിയോൺ എന്ന ഒരു ഉത്തരം, എന്തുകൊണ്ട് നെക്സിയോൺ എന്ന ആ ക്വസ്റ്റിന് സിമ്പിൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ മറ്റ് ടൈലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ റിഫ്ലക്ഷൻ എപ്പോഴും മിറർ പോലെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണെങ്കിലും ഇപ്പൊ നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന, നമ്മൾ രണ്ടുപേരും റിഫ്ലക്ട് ചെയ്യുന്ന ഈ ടൈല് മിറർ പോലെ തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? ഇത് നമുക്ക്, ഞാൻ പറയുന്നത് ആക്ച്വൽ റേറ്റ് അല്ല, 400 തൊട്ട്, പിന്നെ ക്വാണ്ടിറ്റി അനുസരിച്ച് റേറ്റ് പറയും. 400 ബിലോയാണ് വരുന്നത് റേറ്റ് വരുന്നത് 8x4 സൈസിന്. സൈസ് കുറയുന്തോറും റേറ്റ് പിന്നെയും ചെറുതായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴും ആൾക്കാർ 8x4 ഇത്ര ലക്ഷറി ഐറ്റം 8x4 4x4 അതിൽ കൂടുതലും മറ്റേ അധികം ആരും കുറയ്ക്കാറില്ല നോർമലി. ഓക്കെ. അത് ഇതിൽ തന്നെ ഇപ്പം നമ്മൾ കണ്ടതൊരു ഗ്ലോസി ഫിനിഷ് ആണെങ്കിൽ അതിന് എന്താ പറയുക, ഉൾട്ടാ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഇന്നത്തെ. നാച്ചുറൽ മാർബിളിനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നെക്സിയോൺ. അതായത് ഒരു ആർട്ടിഫിഷ്യലായ നാച്ചുറൽ മാർബിൾ, ആർട്ടിഫിഷ്യലായ അതേ ടെക്സ്ചറിൽ. ഇതിന്റെ ടെക്സ്ചർ ഒന്നും അജയേട്ടൻ തൊട്ട് നോക്കിയാൽ അതിന്റെ ഇത് മനസ്സിലാവും. ഇതിൽ ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് സോഫ്റ്റ് മാറ്റാണ് അല്ലേ? യഥാർത്ഥത്തിൽ ഇത് സോഫ്റ്റ് മാറ്റാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഗ്ലോസി പോലെ ദൂരത്തു നിന്നുള്ളവർക്ക് ഒരു ഫീൽ ചെയ്യും. അടുത്ത് വന്നത് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ ഇത് മാറ്റ് ഫിനിഷ് ആണെന്ന് മനസ്സിലാവും. അതായത് യഥാർത്ഥ മാർബിൾ എന്താണോ അതാണ്.
അത്രയും ഗംഭീരമാണ്. ഇതിന്റെ സൈസ് തിക്നെസ് എന്നാ വരുന്നത്? 9 mm തന്നെ thickness. 9 mm തിക്നെസ്സാണ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് അടുത്തതിലോട്ട് വരാം. ഈ തിക്നെസ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തൊരു കാര്യം ചോദിച്ചോട്ടെ. പലപ്പോഴും GVT നമ്മുടെ നാട്ടിൽ പ്രിന്റഡ് ടൈൽസ് ആണല്ലോ ഇങ്ങനെ സാധാരണ വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്കത് ഹൈ ട്രാഫിക് ഏരിയ യൂസ് ചെയ്യാൻ പറ്റും? അതായത് അതിന്റെ പൊള്യൂഷൻ ഒക്കെ വ്യത്യാസം വരുമോ എന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. ഇത് നമുക്ക് ഹൈ ട്രാഫിക് വന്നാൽ നോർമൽ GVT നമുക്ക് ഹൈ ട്രാഫിക് ഏരിയകളിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ ധൈര്യമായിട്ട്, അതായത് ഇങ്ങനത്തെ ഈ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞ വെയിലത്ത് കൊണ്ട് വിരിച്ചോളാനാ പറയുന്നത്. ഒരു പ്രശ്നമില്ല. കളർ ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ക്സ് എല്ലാം സ്പെയിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഇങ്ക്സ് ആയിരുന്നു. അതായത് ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു ചെറിയ ക്രാക്ക് മാർക്ക് പോലെ. ഇത് ബ്രേഷ്യ അറോറ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ മാർബിളാണ്. നെറ്റിൽ നോക്കിയാലുള്ള ബ്രേഷ്യ അറോറയെ പറ്റി പല ഡിസൈൻസ് ഉണ്ട്. പക്ഷെ ആക്ച്വൽ ബ്രേഷ്യ അറോറ ഇറ്റാലിയൻ മാർബിൾ ഇത് തന്നെയാണ് ശരിക്കും പറയാം. ഇതിനെ അതേപോലെ അതേ ക്ലാറ്റ്, അതായത് ഈ കണ്ട ഈ ഇതുണ്ട്, ഈ ഒരു കോമ്പിനേഷൻ കണ്ടോ ഇങ്ക്സിന്റെ, ആ ഇറ്റാലിയൻ മാർബിളുള്ള അതേ ക്രാക്ക് കോമ്പിനേഷൻ ഇതിൽ അവർ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് അവരുടെ വിജയം. ഇതിൽ തന്നെ ഞാൻ കാര്യം പറയാം. ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു സൈസ് മാത്രം നോക്കണ്ട. 120 240, 80 240, 120 120, 60 120, 80 160 ഇത്രയും അവൈലബിൾ ആണ് അല്ലേ? പക്ഷേ ചേട്ടാ 4x2 ഒന്നും എടുക്കാതിരിക്കുവാണ് ഇതിന്റെ നല്ലത്. കാരണം അത് കംപ്രസ് ആകുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു സാധനം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അടുത്തൊരു വെറൈറ്റി ഐറ്റം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ടൊരു ഐറ്റം ഒറ്റ നോട്ടത്തിൽ ഒരു ആർക്കിടെക്റ്റിന് കിട്ടത്തില്ല. 100% അത്ര ബെസ്റ്റ് ഐറ്റം മാറ്റാണ്. ഇത്രയും പെർഫെക്റ്റ് ആണ്. ഇതിപ്പം കഴിഞ്ഞ മാസമാണ് ഇത് ലോഞ്ച് ചെയ്തത്. അതേ ഫിനിഷിൽ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് നാച്ചുറൽ മാർബിള് എന്താ പറയുക, കടത്തി വെട്ടനാണ് വെല്ലുന്ന ഐറ്റം. കാരണം വെച്ചാൽ ഇത് മറ്റേനാണ് ഈ ക്രാക്ക് എപ്പോഴും എക്സ്പാൻഡ് ആവും. ഇത് മെയിൻ്റെനൻസും കസ്റ്റമർക്ക് പ്രശ്നമില്ല. എന്നാൽ മാർബിള് ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ട് വേണമെങ്കിൽ ഈ മാർബിൾ തന്നെയാണെന്ന് പറഞ്ഞാലും ആരും ഇത് വിശ്വസിക്കാതിരിക്കാൻ പോകുന്നില്ല. ഇതില് എനിക്കൊരു എൻ്റെ ഇതായിട്ട് ഞാൻ ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഈ ടേബിൾ ടോപ്പ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യാനായിട്ട് നമുക്കിത് സജസ്റ്റബിൾ ആണോ? ടേബിൾ ടോപ്പായിട്ട് സജസ്റ്റബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കുത്താറുള്ള ഷോറൂമിലും കുറച്ച് ടേബിൾസിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വലിയ ടേബിളിൽ അങ്ങനെയൊന്നും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് അധികം യൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ അങ്ങനെ നോർമലി പ്രിഫറൻസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് 2 മോൾഡൊക്കെ ചെയ്തും. പക്ഷേ ഈ മോൾഡ് ചെയ്യുമ്പോൾ അതിനൊരു എന്തുകൊണ്ട് ടൈലിൽ നിന്ന് ആൾക്കാർ ഗ്രാനൈറ്റ് എടുക്കണം. ഇപ്പോൾ സിറ്റ് ഔട്ട് എന്തുകൊണ്ട് ആൾക്കാർ ഗ്രാനൈറ്റ് ഇപ്പോൾ 15 mm 16 mm ടൈൽസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഫുൾ ബോഡി തന്നെ അവൈലബിൾ, അതിന് സ്ട്രോങ്ങും ആണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും എന്തുകൊണ്ട് അതിപ്പോൾ എല്ലാ കസ്റ്റമർക്കും അത്രയും വില കൂടിയ ബഡ്ജറ്റിലേക്ക് പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ട് കസ്റ്റമർ എന്താ പറയുക ഈ ഗ്രാനൈറ്റ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഹാർഡാണ്. ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ജോയിൻസുകൾക്കൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് റോസോലെവാന്റെ ഇറ്റാലിയൻ മാർബിൾ, ഇത് ശരിക്കും മാർബിൾ തന്നെ കേട്ടോ. റോസോലെവാൻ കണ്ടു കഴിഞ്ഞാൽ വേറൊരു ഇതിനൊരു ഓപ്ഷൻ ഇല്ലാത്ത രീതി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇറ്റാലിയൻ മാർബിൾ. ഇത് റോസോലെവാന്റെ ചില കസ്റ്റമേഴ്സ് ഫുൾ, അതായത് ആൾക്കാർക്ക് ഒരു അതിശയമുണ്ട്, ഹൈലൈറ്റ് ചെയ്യാനല്ലാതെ ഫുൾ ഫ്ലോർ ചെയ്ത കസ്റ്റമേഴ്സും ഉണ്ട് റോസോലെവാൻ. ഇത് വെച്ചിട്ടാ 1-2 കസ്റ്റമേഴ്സേ ഉള്ളൂ. ഓക്കെ. ഇനി സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എനിക്ക് 1-2 ഡിസൈൻസ് നമ്മുടെ പേഴ്സണൽ ഇഷ്ടം കൊണ്ടാവല്ലോ അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോംബെ ഒനിസ്പെർഷ്യാനോ എന്ന ഡിസൈൻ. ഒനിസ്പെർഷ്യാനോ ഇറ്റാലിയൻ മാർബിള് അതായത് ഇത് ഇപ്പോൾ അജയ്ഡിന് മാത്രമല്ല കൂടുതലായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് നെക്സിയോന്റെ ടൈൽ വൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വന്നേക്കുന്ന ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ ഈ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓയ്യോ, ഇത് വേറെ ലെവൽ ഐറ്റം. റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, നമുക്കൊരു വൈറ്റ് അല്ലാത്ത ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ കറക്റ്റ് കൊളാഷ് എന്ന് പറയുന്നത് ചിത്രകാരന്മാരുടെ ഭാഷയിൽ കൊളാഷ് എന്നാണ്. ആ കൊളാഷ് കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നത് വീഡിയോയിൽ അത് കിട്ടിയിട്ടുണ്ട്. കാര്യം ഇത് മേഘത്തിൻ്റെ ആകൃതി എന്ന് ഞാൻ കസ്റ്റമറോട് മെയിനായിട്ട് പറഞ്ഞത്. അതായത് ഒരു മേഘത്തിൻ്റെ അതേ ദൂരെ നോക്കിയ മേഘത്തിൻ്റെ അതേ ആകൃതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ഇതിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ മറ്റൊരു കളർ വേരിയേഷൻ ആണോ ഇത്? ചേട്ടാ ഇതും ഒനിസ് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ്. ഇതും ഈ കഴിഞ്ഞ മാസത്തെ ലോഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നമുക്ക് കണ്ടാൽ അറിയാം ഈ പ്രൊഡക്റ്റ് ഇല്ലായിരുന്നു. ഈ പ്രൊഡക്റ്റ് നമ്മൾ ആ കണ്ട ഗ്രീൻ ഷെയ്ഡ്, ആ 2-3 പ്രൊഡക്ട്സ്, പിന്നെ ഇപ്പോൾ കണ്ട വൈറ്റ് സത്വയുടെ ഷെയ്ഡും ഇല്ലായിരുന്നു. ഇത് ഇപ്പോഴത്തെ ഇതും ഈ പുതിയ ലോഞ്ചിൽ കൂടി തന്നെ ഇത് ഇറ്റാലിയൻ മാർബിൾ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇത് നമ്മള് ഇതതിന്റെ ബീജ് കളർ, അതായത് നോർമൽ ബീജ് കണ്ടുകൊണ്ട് മടുക്കൂല. ഇതൊരു വ്യത്യസ്തമാർന്ന ബീജാണ്. അതെ. ഇതില് ഇപ്പൊ നമ്മുടെ വേറൊരു സംശയം ചോദിച്ചോട്ടെ, സിറ്റ് ഔട്ടില്ലേ യൂസ് ചെയ്യാൻ പറ്റുമോ? സിറ്റ് ഔട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിറ്റ് ഔട്ട് യൂസ് ചെയ്യുമ്പോൾ നോർമലി എന്ന് പറഞ്ഞാൽ ഇതിന് 9 mm തിക്നെസ് ഉള്ളൂ. ഞാൻ കസ്റ്റമർക്ക് ഒരു ഐഡിയ പറഞ്ഞു, ഞാൻ ഇവിടെ പറഞ്ഞ കസ്റ്റമേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ സിറ്റ് ഔട്ടിന് ഇത് യൂസ് ചെയ്തിട്ട് അതിന് ബോർഡർ കൊടുക്കാനായിട്ട് ഒരു ഗ്രാനൈറ്റിന്റെ ചെറിയ ഭാഗം വെച്ച് ബോർഡർ ചെയ്താലും ഭംഗിയാവും. കാരണം വെച്ചാൽ ഒരു കാരണവശാലും കളർ ഫെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം ഈ ടൈലേല് ഉണ്ടാവില്ല. ഗ്ലോസി സ്ക്രാച്ച് വീഴും. ഗ്ലോസി അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് ഗ്ലോസി എടുത്താലും
അതിൽ സ്ക്രാച്ച് വീഴാത്ത ഗ്ലോസി ടൈലുകൾ ഇല്ല. അത് കൂടുതലും വിസിബിൾ ആവുന്നത് നമ്മൾ അതിന്റെ ലൈറ്റ്സ് അടിക്കുമ്പോഴാണ് നമുക്കത് കൂടുതലും വിസിബിൾ ആവുന്നത്. ഇതിലും സ്ക്രാച്ച് വീഴുന്നില്ല, പക്ഷെ മാർബിളിൽ നമുക്കത് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസസ് കുറവാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു അപ്പൊ കുറച്ച് മുന്നേ കണ്ടതിന്റെ വേറൊരു വേരിയന്റ് എനിക്ക് നമുക്കിപ്പോഴും മാർബിളിന്റെ ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനെ എന്താ പറയുന്നത് ഒന്ന് ഡിറ്റോ ചെയ്യാനായിട്ടുള്ളൊരു സാധനമാണ്. ഇത് അതിന്റെ ടൈലിന്റെ ഇതാണോ അതോ പ്ലാങ്ക്സ് ആണോ? ഇത് പ്ലാങ്ക്സ് ആണ് ചേട്ടാ. നമുക്ക് ഈ പ്ലാങ്ക്സ് ഇതൊക്കെ നോർമലി നമ്മൾ കുറച്ച് കണ്ടിരിക്കുന്ന പ്ലാങ്ക്സ് ആണ്. പക്ഷെ നമുക്ക് തൊട്ടിപ്പുറം നെക്സിയോൺ അതിനകത്ത് അതായത് നമ്മൾ ഫോറിൻ വുഡ്സ് വെച്ചിട്ടുള്ള പ്ലാങ്ക്സ് ഞാൻ അടുത്ത് കുറച്ച് നമുക്ക് നീങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വുഡ്സ് ഉണ്ട്. ഇതിപ്പോ നോർമലി ഏത് ബ്രാൻഡുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വുഡുകളാണ്. അതിലൊരു ഇത് ലാരിസ് ഒരു ആബറ്റ് ഒരു ഡിഫറെന്റ് ഷെയ്ഡ് ആണെങ്കിലും പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒരു കാണാത്ത വുഡ്സ് ഞാൻ കാണിച്ചു തരാം, കുറച്ച് വെറൈറ്റി പാറ്റേൺസ്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മൾ കണ്ടത് ഒരു ഗ്ലോസി കണ്ടു, അതിനുശേഷം ആ സോഫ്റ്റ് മാറ്റ്, ഇത് ശരിക്കും സ്റ്റോൺ ഫിനിഷ് ആണ് അല്ലേ? ഞാൻ പറയാം നെക്സിയോൺ അടുത്ത ഇന്നോവേഷൻ അല്ലെങ്കിൽ അടുത്ത പരിപാടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ മാറ്റ് ഫിനിഷ് ടൈലിലെ കർവ് ചെയ്യുകയാണ്. അതായത് ഈ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതിൽ തൊട്ടാൽ ഇത് ഉണ്ടാവില്ല ഈ ഫിനിഷ്. അത് നമ്മളിപ്പോ കസ്റ്റമർക്കാണെങ്കിൽ വിസിബിലിറ്റി ഞാൻ പറയുന്നത് ഷോറൂമിൽ വിസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി വരും. അതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇതിന്റെ ഈ ഒരു പാടുണ്ട്, പക്ഷെ ഇത് നമ്മൾ തൊടുമ്പോ ഇല്ല. അതിലങ്ങനെ കുറെ സീരീസുകൾ അതിൽ കുറെ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒറ്റ വാക്കിൽ ഒന്നുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തൊടുമ്പോഴത്തേക്കും നമുക്ക് ആ കർവിങ്സ് അതായത് നാച്ചുറൽ സ്റ്റോണിൻ്റെ സംഗതി ഫീൽ ചെയ്യും കേട്ടോ. അതെനിക്ക് വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സീരീസ്. ഇനി അതിൻ്റെ മറ്റൊന്നാണ് ഇത് അല്ല, ഇത് മാറ്റ് തന്നെയാണ്. ഓക്കെ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ നിങ്ങളിവിടെ ഇഷ്ടപ്പെട്ട ടൈലുകളിൽ ഒന്നാണ് അതെന്ന്. രണ്ടാമത്തെ ഇതൊരു ഫാബുലസ് എന്ന് പറയാം, ട്രമൻഡസ് ഐറ്റമാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനെങ്ങനെയാണ് ടച്ച് ആൻഡ് ഫീൽ എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾക്ക് അത് കിട്ടുമെന്നറിയത്തില്ല. ലിനൻ ഷർട്ടില്ലേ, ലിനൻ ഷർട്ടിൻ്റെ ഇഴ പോലെ ഇരിക്കും, അങ്ങനെയല്ലേ ജേക്കബേ? അതേപോലെ. യെസ്, ഇതിനെക്കുറിച്ച് പറഞ്ഞാട്ടെ. ഇത് ആക്ച്വലി ജെസ്സോ, കാൽസി, സാബിയ അങ്ങനെ കുറേ പെപ്പെ ഈ ഷെയ്ഡ് മെലഗ്രാനോ എന്ന് പറയുന്ന ഈ ഷെയ്ഡുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ടെറാക്കോട്ട ടൈല് ഇപ്പോൾ ഒരു ആന്റിക് ടെറാക്കോട്ട ടൈല് ചോദിക്കുന്നത് എനിക്ക് അതിന്റെ വലിയ പീസ് ഞാൻ കാണിച്ചു തരാം ചേട്ടൻ. ഇതിന്റെ ടെറാക്കോട്ട ഫീല് വേണ്ട കസ്റ്റമർക്ക് വീടുകളിൽ ഇപ്പൊ കസ്റ്റമർ ഒത്തിരി എൻക്വയറി ഉണ്ട്. ഫുള്ളും പ്രീമിയം ഇതിലാണ് ടെറാക്കോട്ട ചോദിച്ചു വരുന്നത്. അതിലൊരു ഇന്നോവേഷൻ നടത്തി എന്ന് പറയാം. ഐഡിയൽ കാരണം ഈ ലിനൻ ഫിനിഷിൽ ഇതേ ടൈലിൽ കിട്ടും, അല്ലെങ്കിൽ നോർമൽ മാറ്റ് പോലെ ഇരിക്കും. അതേ ഫിനിഷിൽ കിട്ടുന്നത് മെലഗ്രാനോ എന്ന് പറഞ്ഞ ഐറ്റം. ഇതിൽ കൂടുതലും ചെയ്യുന്നത് ഇത് ചില കസ്റ്റമേഴ്സ് ചെയ്യുന്നത് ഇത് രണ്ടും കോമ്പൈൻ ചെയ്യും. മെലഗ്രാനോ, കാൽസി, ഡാർക്ക് ലൈറ്റ്, അങ്ങനെ കോമ്പിനേഷൻ നമ്മൾ ഒരു എന്താ പറയുക ഒരു ചെസ്സിന്റെ ഒരു കളം പോലെയൊക്കെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യാറുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ നമ്മുടെ ലിനൻ അല്ലെങ്കിൽ ടെറാലിനോ എന്നാണ് ഈ പ്രൊഡക്റ്റ്. ആ പേര് തന്നെ ലിനൻ എന്നുള്ള സാധനം ഉണ്ടല്ലേ, ലിനോ. ടെറാലിനോ എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. ലിനൻ ഞാൻ എനിക്ക് പറയാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞാണ് ലിനന്റെ ഒരു. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ നമുക്ക് വുഡൻ പ്ലാക്സ് ആയിരിക്കുന്ന ഇതാണ് ആ ചേട്ടാ ഞാൻ മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെയാണെങ്കിൽ കുറച്ച് ഫോറിൻ വുഡ്സ് ആണ്. ഇതിപ്പോ എന്താ പറയുക, ഇതൊരു യൂക്കാലിപ്റ്റോ ഫോറിൻ യൂക്കാലിപ്റ്റോയുടെ അതേ ഒരു ടൈപ്പ് വരുന്ന ഒരു ഫോറിൻ വുഡ്സ് ആണ്. ഇത് അതേപോലെ കല്ല് ഈ കണ്ടോ, ഈ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫീല് മനസ്സിലാവുന്ന ആ കല്ല് അതേപോലെ കർവ് ചെയ്ത് വെച്ചിരിക്കും. ഇതാണ് എൻ്റെ ഒരു ക്രിയേഷന്റെ ഒരു ഭംഗി എന്നുള്ളത്. കൗണ്ടറുകളിൽ ചോപ്പ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് വോളിലും അതായത് ഫ്ലോറിലും വോളിലും യൂസ് ചെയ്യാം. കണ്ടോ ഈ കിച്ചൺ കൗണ്ടർ ചെയ്തേക്കുന്ന ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കൗണ്ടറുകൾ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും പല പ്രോഡക്റ്റും ഏതാണ് യൂസ് ചെയ്യേണ്ടത് പലപ്പോഴും സംശയമാണ്. കോമൺ ആയിട്ട് എല്ലാ വീടിൻ്റെയും കൗണ്ടറുകൾ ഒരുപോലെ വരാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ചിലപ്പോൾ അതിൻ്റെ അവയർനെസ് കുറവ്, ഇനി ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിരിക്കും. ബട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് അല്ലേ. ഇത് ഈ സ്റ്റോൺസിൻ്റെ ഇതൊക്കെ ഈ ഒരു വിയൻസ ബീച്ച് എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോൺ ആട്ടോ. അതേപോലെ തന്നെ ഇത് സ്റ്റോണാണേ, അത് ഇങ്ങനെയാണ് ഇതിനെ ഞാൻ സ്പെക്ക് ചെയ്ത് തരുന്നത്. ഇത് കല്ല് പോലെ തന്നെ ഇരിക്കും. നമ്മുടെ സാധാരണ ഇപ്പോൾ കിട്ടുന്ന ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്ന സാധനത്തെ തൊട്ടാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഇതിൻ്റെ സർഫസ്. ഇത് കർവിങ് ആണ്. അതായത് എന്തുകൊണ്ട് ഇപ്പം നമ്മൾ മറ്റേ മാറ്റ് നമ്മൾ കണ്ടു മാർബിൾ ടെക് ഫിനിഷിൽ. ചില കസ്റ്റമറുടെ ഒരു ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മളിവിടെ ഫ്ലോറും വാളും ഫുള്ള്
ഇത് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. സ്പെഷ്യലാറ്റോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ മാർക്സ് ഇല്ലേ, ആ മാർക്സ് അതേപോലെ തന്നെ ഇതിനകത്ത് വിസിബിലിറ്റി. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടൈലുകളിലും ഉണ്ട്. പക്ഷേ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ടെക്സ്ചർ ടച്ച് ആൻഡ് ഫീൽ. അത് തൊട്ട് കഴിയുമ്പോൾ മനസ്സിലായി. അതാണ് ഞാൻ ജഗവിന്റെ ആദ്യം ചോദിച്ചത് കാർവിംഗ് ആണോ എന്ന് ചോദിക്കാൻ കാര്യം. ക്ലീനിങ് ഈസി ആയിട്ടുള്ള, അതായത് ഇതിന് ഇറ്റാലിയൻ ഈ മാർബിൾ ഇത് ഓരോരോ മാർക്സ് ഉണ്ട് താനും. പക്ഷെ ഇത് ഭയങ്കര ഒരു ഈ നല്ല ടെക്സ്ചർ ആണിത്. യെസ്, അതായത് നമുക്കൊരു മാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മാറ്റിൻ്റെ തന്നെ ഒരുപാട് ഡിഫറെന്റ് ഐറ്റംസ് ഇവിടെ ഉണ്ടല്ലേ ഇവർക്ക്. ഇത് തന്നെ, ഇത് നമ്മൾ സിംബോളോയാ വരുന്നത്. സിംബോളോയുടെ ഒക്കെ ഐറ്റംസ് ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു 8x4 വരികയാണെങ്കിൽ നമുക്ക് കജാരിയുടെ 8x4 ഉണ്ട്. ഇവിടെ ഇതിപ്പോ കജാരിയുടെ അല്ലേ പ്രോഡക്റ്റ്. കജാരിയുടെ 8x4 കസ്റ്റമർ എവിടെ നിന്ന് വന്നാലും റെഡി സ്റ്റോക്ക് ആട്ടോ. ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ നിലവില് ഇന്നത്തെ ദിവസം ഈ സംഭവങ്ങൾ 4 ഷെയ്ഡ്സും സ്റ്റോക്ക് ഉണ്ട്. ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് അജയന് എപ്പോഴും വെറൈറ്റി എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് സിംബോളോയുടെ പോഷ് ഫിനിഷ്. ഇത് കുറച്ച് നാളെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. പോഷ് ഫിനിഷിന് ഗുണം എന്തുകൊണ്ട് പോഷ് ഫിനിഷ് എന്ന് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോഷ് ഫിനിഷ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സാധാ മാറ്റിനേക്കാളും ക്ലീനിങ് ഈസിയാ. ഈ ടൈലാണ് പോഷ്. ഇത് മൈക്കിളാഞ്ചലോ എന്ന് പറഞ്ഞൊരു ടൈൽ. ഇത് ഏത് സിംബോളോ അല്ലേ? സിംബോളോയുടെ പോഷ് ഫിനിഷ്. ഇതൊക്കെ എന്നാ റേറ്റിന് കൊടുക്കാൻ പറ്റുന്ന? ഇത് MRP 200 ഒക്കെ വന്നെ. അതിന്റെ താഴെ റേറ്റ് കൊടുക്കാൻ പറ്റും. ഇതില് ഇത് MRP ആട്ടോ പറഞ്ഞത്. കമ്പനി പോളിസി അനുസരിച്ച് നമുക്ക് അങ്ങനെ റേറ്റ് പറയാൻ പറ്റില്ല. എന്നിട്ടാട്ടോ പറയുന്നത്. സ്റ്റോക്കും ഉണ്ട്. എത്ര ഷോറൂം? എത്ര ഇത്? 3 നിലയാണ് ഷോറൂം. അടിപൊളി. എത്ര സ്ക്വയർ ഫീറ്റ്? ഇത് നമുക്കൊരു 25,000 സ്ക്വയർ ഫീറ്റ് മേളിൽ വരും. ഇവിടെ മാത്രം. റിനോവേഷൻ നടക്കുമല്ലേ? റിനോവേഷൻ നടക്കും. അവിടെ നമ്മളൊരു മറ്റേ പുതിയ ഹയർ ആൻഡ് സാനിറ്ററി ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4-5 മന്ത്സ് കൂടി ഇനി അതിനും കൂടെ എടുക്കും. അതിനൂടെ സെറ്റ് ആവും. യെസ്. ഇപ്പം നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു 45 റുപ്പീസ് തൊട്ട് അല്ലെ 45 റുപ്പീസിന് താഴെ തൊട്ട് നമുക്ക് 4x2 ടൈൽസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞാട്ടെ. ഇതാണ് നമുക്ക് ഈ 45 റുപ്പീസ്, അതായത് നമ്മൾ 45-ന് താഴെ കിട്ടുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 ഷെയ്ഡ് ഉണ്ട് ഇവിടെ. കാണാനും ഭംഗിയായ കാര്യങ്ങൾ. ഇത് എന്തുകൊണ്ട് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡ് ഈ ടൈൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെറാമിക് പോർസലിൻ ബോഡിയാണ് വരുന്നത്. സെറാമിക് ബോഡിയാണ്. സെറാമിക് ബോഡി. അതായത് നമുക്ക് 45 രൂപ, അതായത് 45 രൂപ താഴെ കിട്ടുന്ന ഏത് ടൈലും, അല്ലെങ്കിൽ 46 ഞാനൊരു ഏകദേശം റേറ്റ് 45-40 താഴെ കിട്ടുന്ന ഒരുമാതിരി ടൈലുകളെല്ലാം സെറാമിക് ബോഡിയാണ്. ഒരിക്കലും അത് വെർട്ടിഫൈഡ് ബോഡി അല്ല. പക്ഷെ ഇത് പറയുമ്പോൾ വിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഇതിപ്പോൾ ഞാൻ എന്തുകൊണ്ട് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നോർമലി നമുക്ക് എല്ലാ ടൈപ്പുള്ള, അതായത് ലോവർ എൻഡ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, അങ്ങനെ ക്ലാസ് തിരിച്ച് കാണുന്നല്ല എല്ലാ ടൈപ്പുള്ള കസ്റ്റമേഴ്സ് നമുക്കിവിടെ വോക്കിൻ ആവുന്നുണ്ട്. എല്ലാവർക്കുള്ള സാധനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ക്വാളിറ്റി ഉള്ള ടൈല് മാത്രമേ എടുത്ത് വെക്കാറുള്ളൂ. ഇപ്പം ഇത് ഞാൻ എന്തുകൊണ്ട് ഇത് നമ്മളിത് കസ്റ്റമറോട് പറഞ്ഞു തന്നെ ഇത് സെല്ല് ചെയ്യുന്നത്. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ കസ്റ്റമർ വന്നിട്ട് ചോദിക്കും, ഇപ്പോൾ എനിക്ക് ഓപ്പൺ ടെറസിലേക്ക് ഞാൻ എന്ത് ടൈലിടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറഞ്ഞ ടൈലും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കസ്റ്റമറെ ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്കൊരിക്കലും പറ്റത്തില്ല. പിന്നെ നല്ല ടൈൽ നമുക്കൊരുമാതിരി വെർട്ടിഫൈഡ് ബോഡി ടൈലുകൾക്കെല്ലാം തന്നെ ഒരുമാതിരി 46 രൂപ തൊട്ടാണ് നമുക്കിവിടെ വില വരുന്നത്. ക്വാളിറ്റി ഉള്ള ഐറ്റം കേട്ടോ, ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റം അല്ല, ക്വാളിറ്റി ഉള്ള ഐറ്റം സ്റ്റാൻഡേർഡ് റേറ്റ് അതാണ്. 45 രൂപ താഴെ കിട്ടുന്ന ഒരുമാതിരി ഒരു 45-44 കിട്ടുന്ന താഴെ കിട്ടുന്ന എന്താണേലും അതൊരു സെറാമിക് ബോഡി തന്നെ, പോർസലിൻ ബോഡി തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ കാണിച്ചത് ഇവിടുത്തെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് എനിക്കെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇതിനെ വിളിച്ചു പറയുക നമ്മുടെ നെക്സിയോണ്. ഇപ്പം നമ്മുടെ ബ്രാഞ്ചുകളുള്ളത് ഒന്ന് കൂത്താറുള്ളതും ഒന്ന് ഇവിടെ കോതമംഗലത്തുമാണ്. സർവീസ് ഒക്കെ ഇവിടെ വരെ കൊടുക്കുന്നുണ്ട്. സർവീസ് നമുക്ക് മീൻസ് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഓൾ കേരള ഒരുമാതിരി എല്ലാ ജില്ലയിൽ തന്നെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ പരിചയമുള്ള ആർക്കിടെക്ട്സ് വഴിയോ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാർ വഴി വരുന്ന സെയിലുകൾ വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഓൾ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാം. നമുക്ക് ദൂരേന്ന് ഒത്തിരി പേര് ദൂരേന്ന് ഇപ്പൊ ഷോറൂമിന്റെ ഇത് കാരണം വെച്ചാൽ മെറ്റീരിയൽസ് ഡെലിവറി പെട്ടെന്ന് കിട്ടുമല്ലോ. പിന്നെ ആ ഒരു പ്രോബ്ലത്തിന്റെ കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇന്ന് ഞാനിവിടെ വരാനായിട്ടുള്ള ഒരു ബേസിക് കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സിയോൺ എന്ന് പറയുന്ന പർട്ടിക്കുലർ പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ റീസൺ എപ്പോഴും ഒരു കോൺസെപ്റ്റ്, അതായത് ഇപ്പോൾ ഇൻറ്റീരിയറിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് ആർക്കിടെക്ട്സ് അവരുടേതായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് കണ്ടപ്പോൾ അന്ന് തന്നെ നമ്മളിപ്പോൾ എനിക്ക് ഒന്ന് 6-7 മാസമായെന്ന് തോന്നുന്നു. അന്ന് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ എന്താ പറയുക അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇത് 8 മാസത്തിന് ശേഷം അതിപ്പോഴും സർവീസ് ചെയ്യുന്നു, അതിപ്പോഴും വിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ബേസിക്കായിട്ട് വന്നത്. പിന്നെ ബാക്കിയെല്ലാം അതിനകത്ത് കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വീഡിയോ ആണ്, ഇത് തീരുന്നില്ല, തുടരും. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. അപ്പോൾ ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് അങ്ങനെ നേരിട്ട് വിളിക്കാം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നെക്സിയോണും അങ്ങനെ അധികാരം ചെയ്തിട്ടില്ല. ആര് ചെയ്തിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഓക്കെ. എപ്പോഴും പറയുന്ന എന്നും പറയാനുള്ളൂ, ഏത് പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴേ ആ പ്രൊഡക്റ്റിന് ഒരു സ്പെക്ക് ഉണ്ടാവും, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് കാണിക്കാനായിട്ട് തയ്യാറാവുന്നത്. ഇതിൻ്റെ വില പ്രീമിയം ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, പക്ഷേ
ഈ പ്രീമിയം ഉപയോഗിക്കേണ്ട സ്ഥലം കുറച്ചായതുകൊണ്ട് നമുക്കതിൻ്റെ എമൗണ്ട് കുറച്ചാകുമെന്നും കൂടെ ചിന്തിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.